നമ്മുടെ ഹൃദയത്തെ
എല്ലാം കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളി, വീടിനെ, നമ്മുടെ ചുറ്റുമുള്ള പരിസരത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ ലോകത്തെ മുഴുവൻ, നമ്മുടെ രാഷ്ട്രത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം ദൈവകരങ്ങളിലെ. ദിവ്യകാരുണ്യത്തിന്റെ വലിയ കൃപാവൻ എല്ലാവരിലേക്കും ഒഴുകിയെത്താൻ വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു കർത്താവെ. എനിക്ക് തരാനുള്ളത് എൻ്റെ കുറവുകൾ മാത്രമാണ്. എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, അത് നിന്റെ ദാനം മാത്രമാണ്. എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയുവാൻ എൻ്റെ കരങ്ങളിൽ ഉള്ളത് കർത്താവെ എൻ്റെ കുറവുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പാപത്തിന്റെ അവസ്ഥകൾ മാത്രമേ ഉള്ളൂ കർത്താവെ. എനിക്കുള്ളതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ വലിയ അഭിഷേകത്താൽ നിൽക്കണമേ, നിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിൽക്കണമേ. നിങ്ങൾ പ്രത്യേകമായിട്ട് നിമിഷം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി നിന്റെ സന്ധിയിൽ ഈ നിമിഷം ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ അധരങ്ങൾ തുറന്ന് നിന്റെ സന്ധിയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, നിന്നെ ആരാധിച്ചുകൊണ്ട് ഈ നിമിഷങ്ങൾ പാടി നിന്നെ സ്തുതിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും ഉച്ചത്തിൽ പാടാറുണ്ട്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ആത്മനെ നിന്നെ ഞാൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നോടെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നോടെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നോമെന്നും അങ്ങേയ്ക്കാരാധന. യേശുവിനെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു, നിന്റെ മഹത്വപ്പെടുത്തുന്ന യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കർത്താവെ കാരാഗ്രഹത്തിലായ സ്നേഹിതന്മാർ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ചപ്പോഴാണ് കാരാഗ്രഹത്തിന്റെ കർത്താവെ വാതിലുകൾ തുറക്കപ്പെട്ടത്. അവിടെ ചങ്ങലകളെല്ലാം പൊട്ടി താഴെ വീണത് കർത്താവെ. അതേ വിശ്വാസത്തോടുകൂടി, അതേ ചൈതന്യത്തോടുകൂടി നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ പ്രത്യേകമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. കർത്താവെ തിന്മയുടെ എല്ലാ ചങ്ങലകൾ, പാപത്തിന്റെ എല്ലാ ചങ്ങലകൾ, രോഗത്തിന്റെ എല്ലാ ചങ്ങലകൾ, കർത്താവെ വേദനകളാവുന്ന, അസ്വസ്ഥകളാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് മാറിപ്പോകാൻ വേണ്ടി പ്രത്യേകമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ഈ ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തുന്ന കോവിഡ് എന്ന കർത്താവെ വലിയ മഹാമാരികളെ, ആ ചങ്ങലകത്തിൽ കർത്താവെ ഞങ്ങളെല്ലാം മോചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കുറവുകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നത്. നമ്മുടെ സമൃദ്ധിയുടെ, നന്മയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ തേടാറില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ചു നിൽക്കുന്നു. ഒരു രോഗമുണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ തേടി പോകാറുണ്ട്. അങ്ങനെയല്ല, എപ്പോഴും എല്ലാ നിമിഷവും ഈശോയുടെ കൂടെയാണെന്നാണ് ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. അതിന് ഏറ്റവും നല്ല ഉപകരണം
നന്ദിയുടെ കീർത്തനങ്ങളാണ്. നന്ദിയുടെ കീർത്തനങ്ങളാണ്. എനിക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല, എനിക്ക് അഹങ്കരിക്കാൻ മാത്രം. എനിക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, പ്രത്യേകിച്ച് ഈ മഹാമാരി ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നന്ദി പറയാൻ ദൈവത്തോട് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നന്ദി പറയാം. ലോകത്തെ ഇത്ര മനോഹരമായി ദൈവം സൃഷ്ടിച്ചു. പക്ഷെ പലതും നമ്മൾ കാണാതെ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ മലിനമാക്കാൻ തുടങ്ങി. നല്ല ശരീരം നൽകി നമ്മുടെ ശരീരത്തെ നമ്മൾ മലിനമാക്കാൻ തുടങ്ങി. നല്ല അധരങ്ങൾ നൽകി പാപത്തിന്റെ തെറ്റായ വാക്കുകൾ കൊണ്ട് നമ്മൾ അധരങ്ങളെ മലിനമാക്കാൻ തുടങ്ങി. എന്നാൽ ഈ ലോകത്തിലെ നിമിഷങ്ങളിൽ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് കർമ്മത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ശരീരം മുഴുവൻ, പരിസരത്തെ മുഴുവൻ നമ്മൾ വിശുദ്ധീകരിക്കുകയാണ്. കാരണം നമ്മൾ മലിനമാക്കിയത് ഒരുപക്ഷെ പ്രകൃതി വീണ്ടും നല്ലതാക്കാൻ വേണ്ടി ഈ രോഗത്തെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഈ ഒരു രോഗത്തിന്റെ ഈ അവസ്ഥകൾ വീണ്ടും ചിന്തിക്കാനുള്ളതാണ്. കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ, നന്മയിൽ വിശുദ്ധി ജീവിക്കാനുള്ള കൂടുതൽ ചിന്തകളാണ് നൽകുന്നത്. ഒരുപക്ഷെ സ്വാർത്ഥതയിൽ കുമിഞ്ഞുകൂടി നിന്ന മനുഷ്യൻ ഈ ലോകം ഒന്നുകൂടി അവരെ പറ്റി ചിന്തിക്കുവാൻ, മറ്റുള്ളവർക്ക് ഒന്നുകൂടി കരുതലുള്ളവരായി തീരുവാൻ വേണ്ടിയുള്ള നിമിഷങ്ങളാണിത്. നമ്മുടെ ദൈവത്തെ ആഗ്രഹിക്കാൻ വേണ്ടി പറയാം. അച്ഛൻ പറഞ്ഞതുപോലെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസനത്തിലായിരിക്കും. നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. നമുക്ക് ദൈവം തന്ന ദാനം മാത്രമാണ്. ആ ദാനത്തോട് നന്ദി പറയാം. പിതാവായ ദൈവം അവിടുന്ന് ഈ ലോകത്തെ മുഴുവൻ പരിപാലിച്ച് സൃഷ്ടിക്കുന്നു. പുത്രനായ ഈശോയെ അവിടെ നമുക്ക് നൽകി. പുത്രനായ ഈശോ അവിടുന്ന് രക്ഷാകര കർമ്മം വഴി തന്റെ തിരുരക്തവും ശരീരവും നൽകുന്ന വഴി, കാൽവരിയിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന വഴി നമ്മളെ രക്ഷിച്ചു. പരിശുദ്ധാത്മാവായ ഓരോ നിമിഷവും നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ഈ കൂട്ടായ്മയിൽ, ഈ സ്നേഹത്തിലാണ് നമ്മൾ വസിക്കുന്നത്, നമ്മുടെ കുടുംബം വസിക്കേണ്ടത്. നമുക്ക് ഈ നിമിഷം പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ഥാനത്ത് നമ്മുടെ ദൈവത്തിനെ നമുക്ക് സമർപ്പിക്കാം. ലോകത്തെ മുഴുവൻ പൊതിയണമേ. എന്റെ വീടിനെ, ഭവനത്തെ മുഴുവൻ പൊതിയണമേ. ഞങ്ങളുടെ മക്കളെ എല്ലാം പൊതിയണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ എല്ലാം പൊതിയണമേ. ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പൊതിയണമേ. കർത്താവെ, ആരോഗ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും പൊതിയണമേ. ഞങ്ങളുടെ പോലീസ് അധികാരികളെല്ലാം പൊതിയണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ മഹാമാരിയുടെ നിമിഷങ്ങളിൽ ജനത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോ മക്കളെയും നിന്റെ തിരക്തം കൊണ്ട് പൊതിഞ്ഞ് കർത്താവെ സംരക്ഷിക്കണമേ. പ്രത്യേകമായി തന്നെ കൃപ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. എന്റെ സാന്നിധ്യങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്ദി പറയുന്ന ഈശോയെ, നീ കുർബാനയായിട്ട് എന്റെ അടുത്ത് വന്നു കർത്താവെ, എന്റെ കൂടെ വസിക്ക വന്നു. പ്രത്യേകമായി നന്ദി പറയുന്ന ഈശോയെ, നാഥനെ പ്രത്യേക
നിങ്ങൾക്ക് ഞാൻ സഹായങ്ങൾ നൽകും. അവൻ എപ്പോഴും നിങ്ങൾ കൂടിയാണ്, കൂടെ വസിക്കുന്നത്. പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരണ ക്രമത്തിലൂടെ, ഉദാശകളിലൂടെ, മാമോദീസായിലൂടെ എല്ലാം എന്നെ വിശുദ്ധീകരിച്ചു. ഉദാശകളിലൂടെ എല്ലാം എന്റെ സാന്നിധ്യം ഞാൻ കണ്ടെത്തുന്ന പരിശുദ്ധാത്മാവേ, സങ്കീർത്തനം 27:4 ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിന്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കണം. കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ എനിക്ക് വസിക്കണം. ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ പരിശുദ്ധാത്മാവേ, എന്റെ ശരീരവും മനസ്സും എല്ലാം ദൈവത്തിന്റെ ആലയമായി മാറട്ടെ. ദൈവം എന്നിൽ വസിക്കട്ടെ, ഞാൻ ഈശോയിൽ വസിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ യോഗ്യത എനിക്ക് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവെ, നിന്നെ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ വചനത്തിന്റെ യോഗ്യത കണ്ടെത്താൻ സാധിക്കുള്ളൂ. എന്റെ രോഗത്തിന്റെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ പരിശുദ്ധാത്മാവെ അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിനെല്ലാം നേരിടാൻ സാധിക്കുള്ളൂ, അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. പ്രിയമക്കളെ, ഈ വചനത്തിന്റെ സങ്കീർത്തനം 27:4 ഈ വചനത്തിന്റെ യോഗ്യതകൾ നമുക്ക് ചോദിച്ചു വാങ്ങാം. പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ പ്രിയമക്കളെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആലയത്തിൽ ആലയമായി മാറുവാനും ദൈവത്തിന്റെ ആലയത്തിൽ എപ്പോഴും വസിക്കുവാനും വിളിക്കുമ്പോഴേക്കാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് അവിടുത്തെ ആരാധന ശ്രദ്ധിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 25:15-16 സങ്കീർത്തനം 25:15-16 എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാഗി പീഡിതനുമാണ്. അവിടുന്ന് എന്റെ പാദങ്ങളെ വേഗന്റെ വലയിൽ നിന്ന് മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ഞാൻ ഏകാഗിയാണ്, പീഡിതനാണ്. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കും. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ വ്യതിയാനത്തിന്റെ നിമിഷങ്ങളിൽ തീരദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ വേദനകളിലാണ്. COVID-19 കൂട്ടത്തിൽ കർത്താവെ, പ്രളയം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വേദനയും അസ്വസ്ഥതയും പട്ടിണിയിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ. ഈ രോഗത്തിന്റെ നടുവിൽ, സാമ്പത്തിക തകർച്ചകളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ കർത്താവെ വലയുന്ന ഒരു കൂട്ടർ ജനം, പ്രളയത്തിന്റെ മഹാമാരിയും കണ്ണുനീരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് പട്ടിണിയിൽ കഴിയുന്ന മറ്റൊരു ജനം, ഇതിൻ്റെതെല്ലാം നടുവിൽ കർത്താവെ തീവ്രവാദത്തിന്റെയും തെറ്റായ ചിന്തകൾ വെച്ചുകൊണ്ട് മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടർ, ഈ പ്രത്യേക മാധ്യമത്തിൽ ഈ അവസ്ഥകളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അസ്വസ്ഥനാണ്.
വേദനയിലാണ്, മുറിവേറ്റിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങൾ. സ്നേഹം വറ്റിപ്പോയ, സ്വാർത്ഥത കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്ന കർത്താവ് ലോകത്തിൽ നിന്നെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ നീ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ വേദനകൾക്ക് നടുവിൽ കർത്താവ് വീണു പോകാതെ, വിശ്വാസം ക്ഷയിച്ചു പോകാതെ നിന്നിൽ ആശ്രയിക്കുവാൻ ഈ 4-5 മാസങ്ങൾ കർത്താവെ ദേവാലയത്തിൽ വരാൻ സാധിക്കാതെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ, നിന്നെ സ്വീകരിക്കാൻ സാധിക്കാതെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാതെ വീടുകളിലായിരിക്കുന്ന വലിയൊരു ജനമുണ്ട്. വിശ്വാസം ക്ഷയിച്ചു പോകാതെ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആദിമ കാലഘട്ടത്തിൽ കർത്താവ് പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ജനത്തിന്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. അടിക്കും തോറും വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. രോഗം വന്നപ്പോൾ കർത്താവ് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. കർത്താവ് അതേ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് അടിയേൽക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, കർത്താവ് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ നീ ഉണ്ടെന്ന്, നിന്റെ സംരക്ഷണമുണ്ടോ, നിന്റെ പരിപാലനമുണ്ടോ തിരിച്ചറിയുവാനുള്ള വലിയ കൃപ നിങ്ങൾ തരണമേ. ഹൃദയത്തിൽ ഓർക്കണമേ. സൗഖ്യം നൽകണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസ്വസ്ഥതകളുടെ നടുവിൽ കർത്താവെ നിന്നെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കർത്താവെ, എന്റെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഈ മഹാമാരിയുടെ പ്രളയത്തിന്റെ നടുവിൽ പോലും കർത്താവെ നിന്നെ മറന്ന് വീണ്ടും വീണ്ടും പാപത്തിന്റെ വഴി പോകുന്ന ഒത്തിരി സ്വാർത്ഥതയൊക്കെ ഒത്തിരി മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. തിരിച്ചറിവില്ലാതെ പോരാ കർത്താവെ, തിരിച്ചറിവ് നൽകണമേ. നിന്റെ ആത്മാവിനെ കൊണ്ട് അവരുടെ ഹൃദയത്തെ തുറക്കണമേ. പരസ്പരം സ്നേഹിക്കാനുള്ള വലിയ ഹൃദയം നൽകണമേ. പ്രത്യേകിച്ച് കർത്താവ് ഇതേ ദിവസം ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് നിയോഗമായിട്ട് തുർക്കിയിലെ ആ ദേവാലയത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, നിന്നെ പീഡിപ്പിക്കുന്ന കർത്താവിനെ പൗലോസിനോട് ചോദിച്ച പോലെ, എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിച്ച പോലെ കർത്താവെ ഇന്നും കർത്താവെ വാഗ്ദാനം നടത്തിയാൽ നിന്നെ മുറിവേൽപ്പിക്കുന്ന ജനം ചുറ്റുമുണ്ട്. സമർപ്പിക്കുന്ന കർത്താവെ അവരെല്ലാവരെയും, കർത്താവെ നിന്നെ കാണാതെ പോകുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ എല്ലാ മക്കളും അവരെല്ലാം സമർപ്പിക്കുന്നു. അവരിലേക്കെല്ലാം നിന്റെ തിരക്തം ഒഴുക്കി സൗഖ്യം നൽകണമേ. ഈശോയെ, ക്ഷമിക്കുന്നതിന് എല്ലാവരും ക്ഷമിക്കുന്നു കർത്താവെ. ആരുടെങ്കിലും വെറുപ്പോളിലുണ്ടെങ്കിൽ അവരെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഈ നിമിഷങ്ങൾ നിന്റെ സ്ഥലത്ത് നിൽക്കുന്നു. കർത്താവെ, എന്റെ കണ്ണുകൾ സദാ നിന്നെ തേടുന്നു. നിന്നിലേക്ക് എന്റെ കണ്ണുകൾ തിരിഞ്ഞിരിക്കുന്നു. എന്റെ പാദങ്ങൾ കർത്താവെ വേടത്തെ വലയിൽ ചെന്നപ്പെടാതെ നീ കാണിച്ചു തരുന്ന വചനത്തിന്റെ പ്രകാശത്തിന്റെ പാതയിലൂടെ നടത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എത്ര വലിയ അസ്വസ്ഥത, രോഗം, ബുദ്ധിമുട്ടുണ്ടായാലും കർത്താവെ നിന്നിൽ മാത്രം ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് എന്നിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, പാവനാത്മാവെ, ശൂന്യത നിറഞ്ഞ എന്റെ ജീവിതമാകുന്ന താഴ്വാരയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ജീവന്റെ സ്നേഹത്തിന്റെ കൃപയുടെ സാന്നിധ്യം നൽകണമേ. പാവനാത്മാവെ, ശൂന്യത നിറയുന്ന എന്റെ ജീവിതത്തിലേക്ക്, ഞാൻ നടന്നു പോകുന്ന എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, ഓരോ ഇടങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്ക്, എല്ലാ സഭാ അധികാരികളിലേക്ക്, രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക്, എല്ലാ മക്കളിലേക്കും ഉണ്ടാകെ പരിശുദ്ധാത്മാവെ എന്റെ സാന്നിധ്യം ശൂന്യത നിറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് എന്റെ സാന്നിധ്യം വന്നെത്താൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട ദുരിതമായിരുന്ന ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ആത്മാവേ, നീ ഞങ്ങളിലൂടെ എത്തിച്ചേരണമെന്ന് ഒരു കാര്യം ഓർക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ ഉപകരണങ്ങൾ
സങ്കീർത്തനം 18:35. സങ്കീർത്തനം 15:35. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയില്ല. താവേ, ഈ വചനത്തിന്റെ യോഗ്യതകൾ ഈ നിമിഷം നിങ്ങൾ ചോദിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ മക്കൾക്കും കർത്താവേ, ഈ വചനത്തിന്റെ യോഗ്യതകൾ നൽകണമേ. ഈ ഒരു അനുഭവം നൽകണമേ. ഈ ഒരു ഉറപ്പ് നൽകണമേ. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. കർത്താവേ, ഈ ലോകത്തിലുള്ള ഒന്നുമല്ല, പണത്തിനോ അധികാരത്തിനോ ഒന്നിനും കർത്താവെ എന്നെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നറിയാം. ആരോഗ്യരംഗത്തിൽ കർത്താവെ ഈ ഒരു ലോകത്തിന്റെ പ്രതിവിധി കണ്ടെത്താൻ പോലും സാധിക്കുന്നില്ല. ശാസ്ത്രം ഇത്ര വളർന്നിട്ട് കർത്താവെ, ഞാൻ ഇവിടെ എല്ലാം മനസ്സിലാക്കുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകിയത് ഞാൻ കർത്താവെ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച, വേറെ ആരുമില്ല കർത്താവെ. അങ്ങ് മാത്രമാണ് എന്റെ രക്ഷയുടെ പരിച. അവിടുത്തെ തിരുരക്തത്തിന്റെ സംരക്ഷണം മാത്രമാണ് എന്റെ രക്ഷയുടെ പരിച. പരിശുദ്ധ കുർബാന മാത്രമാണ് എന്റെ ജീവന്റെ ഔഷധമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലുതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. വീഴാതെ അവിടുത്തെ വലങ്കൈ സാമ്പത്തിക തകർച്ചയിൽ, ലോകത്തിന്റെ നടുവിൽ, എല്ലാ പീഡനങ്ങൾക്ക് നടുവിൽ മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്നെ കൊല്ലുവാൻ നോക്കുമ്പോൾ, എന്നെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, കർത്താവെ സ്വാർത്ഥം നിറഞ്ഞ ലോകം എന്നെ ഞെരുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. മറ്റുള്ളവരുടെ സ്നേഹത്തിന് പിന്നാലെ ഞാൻ ഓടുമ്പോൾ, മാതാപിതാക്കളെ മറന്ന് ഞാൻ മറ്റുള്ളവരുടെ സ്നേഹത്തിന് പിന്നാലെ ഓടുമ്പോൾ, മൊബൈൽ ഫോണിന് പിന്നാലെ ഞാൻ ഓടുമ്പോൾ, പണത്തിന് പിന്നാലെ ഞാൻ ഓടുമ്പോൾ, കർത്താവ് ഞാൻ അവിടെയെല്ലാം സ്നേഹം, ആനന്ദം, സംരക്ഷണം തേടി പോകുകയാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു കർത്താവെ, അങ്ങയുടെ വാത്സല്യമാണ് എന്നെ വലിയവനാക്കുന്നത്. വേറെ ഒന്നും എന്നെ വലിയവനാക്കാൻ സാധിക്കില്ല കർത്താവെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ ആരുടെ സഹായം ഞാൻ തേടിയാലും, ആരുടെ സ്നേഹത്തിന് പിന്നാലെ ഞാൻ പോയാലും, നിന്നെ ഉപേക്ഷിച്ച് എവിടെ പോയാലും അവിടെ എനിക്ക് കർത്താവെ ഒരിക്കലും സന്തോഷം കിട്ടാൻ സാധിക്കില്ല കർത്താവെ. അപ്പന്റെ ഭവനം ഉപേക്ഷിച്ച് പോയ ആ ദൂർത്തുപുത്രനെ പോലെ അവസാനം ഞാൻ പന്നിക്കുഴിയിൽ ചെന്നെത്തുമെന്ന് എനിക്ക് തിരിച്ചറിവുകൊണ്ട് കർത്താവെ, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ വാത്സല്യത്തിന് മാത്രം, അങ്ങയുടെ സ്നേഹത്തിന് മാത്രമേ എന്നെ വലിയവനാക്കാൻ സാധിക്കുള്ളൂ. സങ്കീർത്തനം 18:36. എന്റെ പാദം അങ്ങ് വിശാലമാക്കി. എന്റെ പാത അങ്ങ് വിശാലമാക്കി. ഞാൻ നടത്തുന്ന വഴികൾ അങ്ങ് വിശാലമാക്കി. അതിന് അങ്ങ് എന്നോട് പറയുന്ന ഒരു കാര്യം മാത്രമേ, നീ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു വാ. അപ്പോൾ നിന്റെ പാത ഞാൻ വിശാലമാക്കും. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു രക്ഷയുടെ ആ വഴിയിലൂടെ നടക്കുവാൻ മാത്രമേ നീ എന്റെ പാദങ്ങളിൽ നീ കർത്താവിനെ യോഗ്യനാക്കുന്നത്. 37 വാക്യം. എന്റെ കാലുകൾ വഴുതിയില്ല. പ്രത്യേകമായി ഈ വചനത്തിന്റെ യോഗ്യത ചോദിച്ചു വാങ്ങാം പ്രേമങ്ങളെ. ഇപ്പോൾ ഈശോ നമ്മുടെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ, നമ്മുടെ കൊറോണയിലെ എല്ലാ ദേവാലയങ്ങളിലും ഇതേ സമയത്ത് എല്ലാ ദിക്കുകളിലേക്കും കർത്താവ് തന്റെ കൃപ ഒഴുകുന്ന നിമിഷങ്ങളാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാൻ പോകുക. അവിടുത്തെ വാത്സല്യമാനെ ശക്തനാക്കുന്നത്, അവിടുത്തെ വാത്സല്യമാനെ ശക്തിപ്പെടുത്തുന്നത്, അവിടുത്തെ വാത്സല്യമാനെ വലുതാക്കുന്നത്. ആ വാത്സല്യമാനെ നിമിഷം കർത്താവ് നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ദൈവങ്ങളെ, ആ വാത്സല്യം സ്വീകരിക്കാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഇപ്പോൾ വീടുകളിലാണെങ്കിൽ അവിടെ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ഇപ്പൊ ദേവാലയത്തിലാണെങ്കിൽ അവിടെ മുട്ടുമേൽ നിൽക്കാം. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഈശോയെ, എന്റെ ഇടയിലേക്ക് കടന്നു പറഞ്ഞ ഈശോയെ, ഭക്തമേസിനെ പോലെ ഈശോയെ, ദാവീദിന്റെ പുത്ര, എന്നെയും എന്റെ ചുറ്റുമുള്ള മക്കളിൽ, ഈ സമൂഹത്തിൽ മുഴുവൻ നീ കനിയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചു ഈ നിമിഷം പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു.
ഈശോയെ ദാവീദിന്റെ പുത്ര എന്നിൽ നീ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര എന്നിൽ നീ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര എന്നിൽ നീ കനിയണമേ. ഈശോയെ ലോകത്തിന്റെ ഈ നടുവിലെല്ലാം നീ എന്നിൽ കനിയണമേ. തകർച്ചകൾ നടുവിലെല്ലാം നീ എന്നിൽ കനിയണമേ. നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ഇതിലേക്ക് കടന്നു വരാമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിമിഷം മുട്ടുണ്ടലായിരിക്കാം. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കാം. അവിടുത്തെ വാത്സല്യം എന്നെ ശക്തിപ്പെടുത്തുന്നു. അവിടുത്തെ വാത്സല്യം എന്നെ ശക്തിപ്പെടുത്തുന്നു. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വാത്സല്യം മാത്രം എന്നെ വലുതാക്കി. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ലോകത്തിൽ മുഴുവൻ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ലോകത്തിൽ മുഴുവൻ കനിയണമേ. പീഡിതരായ ബന്ധിതരായ രോഗികളായ എല്ലാ മക്കളിലും കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ഈശോയെ ദാവീദിന്റെ പുത്ര
കർത്താവേ, നീയാണ് എൻ്റെ സർവ്വവും, നീയാണ് എൻ്റെ ഉള്ളവനും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, തേനേക്കാൾ മധുരമുള്ള കർത്താവേ, എനിക്ക് സൗഖ്യം നൽകുന്ന ഔഷധം നീ മാത്രമാണ് ഞാൻ തിരിച്ചറിയുന്നത്. കർത്താവേ, നീയാണ് എൻ്റെ സർവ്വവും, നീയാണ് എൻ്റെ ഉള്ളവൻ. നീ എൻ്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിലും നീ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവ്വം, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി ബഹുമാനിക്കാം. ഈശോയോട് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു നന്ദി പറയാം. നന്ദി ഹൃദയത്തോടെ നമ്മെ ആസ്വദിച്ചുകൊണ്ട് ഈ നിമിഷം ആയിരിക്കും നന്ദിയോടെ ഞാൻ സ്തുതി പാടി എന്റെ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
എനിക്ക്